ഹായ് ഹലോ നമസ്കാരം. സവാരി ഓൺ വിൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 11 ശേഷമുള്ള ഒരു ദിവസമാണ്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയൊരു യാത്ര ചെയ്യുന്നവർക്കുള്ള വലിയൊരു പ്രശ്നമായിരുന്നു ഹൈവേയിലുള്ള തലശ്ശേരി മാഹി ഏരിയയിലുള്ള യാത്ര. അപ്പോൾ നമ്മുടെ ആ ഒരു വലിയൊരു പ്രശ്നം സോൾവ് ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്, അതിന് ശേഷമുള്ളൊരു ദിവസമാണ്. ഞാൻ തലശ്ശേരി മാഹി ബൈപ്പാസിലേക്കൂടെ യാത്ര ചെയ്യാൻ പോവാണ്. ഏകദേശം 18 കിലോമീറ്ററിന് മേലെ ഉണ്ട്, 18.6 കിലോമീറ്റർ ഉണ്ട് ഈ തലശ്ശേരി മാഹി ബൈപ്പാസ്. കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ എടക്കാട് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് അണ്ടർപാസിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് കോഴിക്കോട് ജില്ലയിൽപ്പെടുന്ന വടകര മാഹി കഴിഞ്ഞിട്ടുള്ള അഴിയൂർ എന്ന് പറയുന്ന സ്ഥലം വരെയാണ് നമുക്ക് ഈ ഒരു റോഡ് നമുക്ക് കിട്ടുക. അതിനിടയ്ക്ക് ഒരു ടോളുണ്ട്. ഏകദേശം 18 കിലോമീറ്റർ മുകളിലാണ് നമുക്കത് ആ ഒരു റോഡുള്ളത്. 6 വരി പാതയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് ഈ കാണുന്ന ഈ ഒരു ഏരിയയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഇത് നേരെ പിന്നെ തലശ്ശേരി ടൗണിലേക്കോ അല്ലെങ്കിൽ എടക്കാട് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലേക്കോ പോകുന്നത്. ഇത് അങ്ങനെ എക്സിറ്റ് എടുത്ത് പോകാൻ പറ്റും. അപ്പോൾ നേരെ കാണുന്ന ആ റോഡാണ് നമുക്ക് വേണ്ടിയിട്ട് പ്രധാനമന്ത്രി നമുക്ക് ഓപ്പൺ ചെയ്ത് തന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു നാഷണൽ ഹൈവേ 66 കേരളത്തിൽ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു റോഡ് കൂടിയാണിത്. സോ നമുക്കിതുവഴി യാത്ര ചെയ്യാം. ലൈനിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ട്രാവൽ ചെയ്യണം. ഇപ്പോൾ കാറിന് ഇവിടുന്ന് 80 കിലോമീറ്റർ ആണ് സ്പീഡ്. അപ്പോൾ ഒരു 10 കിലോമീറ്റർ എനിക്ക് തോന്നുന്നൊരു ഗ്രേസ് കിലോമീറ്റർ ആയിട്ട് നമുക്ക് കിട്ടാൻ ഇതുണ്ട്. മറ്റ് അതർ കൺട്രീസിലും ഒക്കെ അല്ലെങ്കിൽ വലിയ ഹൈവേസിലൊക്കെ ഉള്ള പോലെ മേ ബി 90 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകാൻ പറ്റുമായിരിക്കും. എനിവേ ഈ സെൻറ്ററിലെ ഈ ഒരു ട്രാക്കാണ് ഇതിൻ്റെ നോർമൽ ട്രാക്ക്. അതായത് നമുക്ക് 80-90 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ പറ്റും. എന്തെങ്കിലും റോങ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നോർമൽ ട്രാക്ക്. ഇതിന് റൈറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ട്രാക്ക് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒഴിച്ചിടേണ്ട ഒരു ട്രാക്കാണ്. അതാണ് ഓവർടേക്കിംഗ് ട്രാക്ക്. പിന്നെ മീഡിയം സ്പീഡിൽ പോകുന്ന വലിയ ലോറികൾ, അങ്ങനെയുള്ള ബസ്സുകൾ, ഇങ്ങനെയൊക്കെ പോകുന്ന വണ്ടികൾക്കുള്ള ട്രാക്കാണ് നമ്മുടെ ലെഫ്റ്റിലെ ആ ട്രാക്ക്. അപ്പോൾ സ്പീഡിൽ പോകേണ്ടവർക്ക് നേരെ മീഡിയം സ്പീഡ്, അതായത് 80-90 കിലോമീറ്റർ ഒക്കെ അങ്ങനെ പോകേണ്ടവർക്ക് നമുക്ക് ഈ ഒരു സെൻട്രൽ ട്രാക്കിൽ നമുക്ക് ട്രാവൽ ചെയ്യണം. ഇതാണ് അതിൻ്റെ നിയമം. ഇവിടുന്ന് റൈറ്റ് ട്രാക്കിൽ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ട്രാക്കിൽ പോകാം. അപ്പോൾ നമുക്ക് റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്താണ്, ഭയങ്കര രസമാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മൊത്തം ഹൈവേ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു രീതി എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. ഞാനിപ്പോൾ 83 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടോള് കിട്ടും. ഭയങ്കര രസമുണ്ട്. അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നില്ലേ? ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിരുന്നു തലശ്ശേരി മാഹി ഏരിയ ക്രോസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂറിന് മുകളിലൊക്കെ ടൈം എടുക്കുമായിരുന്നു. അതാണ് നമുക്കിപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ എല്ലാവരും പറയുന്നത് 10 മിനിറ്റ് കൊണ്ടെത്തും, 15 മിനിറ്റ് കൊണ്ടെത്തും എന്നൊക്കെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാനിപ്പം ഏകദേശം 90 കിലോമീറ്റർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി, ഇതാണ് ഒരു ആവറേജ് സ്പീഡ് നമുക്കിതിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 80-90 നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. എന്ത് രസമാണല്ലേ! നമ്മുടെ ഫുൾ കേരളത്തിലെ മൊത്തം റോഡ് വന്നു കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും. എത്ര പെട്ടെന്ന് നമുക്ക് കോഴിക്കോടും അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ നമുക്ക് എത്താൻ പറ്റും. ഭയങ്കര ഫാസ്റ്റായിട്ട് എത്താൻ പറ്റും. ഇതാണ് ഇവിടെ അഞ്ചരക്കണ്ടി പുഴയുടെ പാലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കിപ്പം ഇത്ര ടോപ്പിൽ പോകുന്നതുകൊണ്ട് നമുക്ക് അപ്പുറം ഇപ്പുറം ഒന്നും കാണാൻ പറ്റില്ല. ഭയങ്കര ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഈ റോഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ. കാരണം വണ്ടി ഓടിക്കുമ്പോൾ തന്നെ വണ്ടിക്ക് എന്തോ ഒരു കൺട്രോള്, ആ റോഡിൻ്റെ ഒരു പ്രത്യേകതയാവാം. നോർമലി ഈ ബ്രിഡ്ജസിൻ്റെ മുകളിലേക്കൂടെ പോകുമ്പം അതിൻ്റെ ഒരു കട്ടിങ് വരുന്ന സമയത്ത് ഭയങ്കര ജമ്പ് ചെയ്യുന്നൊരു ഇതുണ്ടാകുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല ശരിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ എനിക്ക് ഫാസ്ടാഗ്, എൻ്റെ വണ്ടിക്ക് ഓൾറെഡി ഫാസ്ടാഗ് ഉണ്ട്. അപ്പം മിക്ക വണ്ടികൾക്കും ഫാസ്ടാഗ് ഉണ്ടാവില്ല. കാരണം നമ്മൾ കേരളത്തിൽ ഫാസ്ടാഗ് യൂസ് ചെയ്യേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. 700 മീറ്ററിൽ ടോൾ ഗേറ്റ് ഉണ്ട് എന്നാണ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ ഫാസ്ടാഗിൽ ബാലൻസ് ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ ഒരു ദിവസം നൈറ്റിൽ ഞാൻ ട്രാവൽ ചെയ്തതാണ്. അപ്പോൾ ഫാസ്ടാഗ് ഉണ്ടാവണം. ചാർജ് റീചാർജ് ചെയ്തിട്ട് ഉണ്ടാവുമോ എന്ന് ഡൗട്ട്. നോക്കാം. 350 മീറ്റർ ടോൾ ഗേറ്റ് എത്തി. ഇനി ഫാസ്ടാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുത്ത് പോകാം, നോ പ്രോബ്ലം. ലൈൻ 1 കാർ, ജീപ്പ്, വാൻ. ലൈൻ 2 ബസ്, ട്രക്ക്. ഇവിടുന്ന് ലൈൻ 1ലേക്ക് നമുക്ക് ഇങ്ങനെ കയറാം. എൻ്റെ ഫാസ്ടാഗിൽ ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കണം. നമുക്ക് നോക്കാം ഇതിൽ ക്യാഷ് ഉണ്ടോ എന്ന്. ടാഗ് ഉണ്ട്, ഓക്കെ അല്ലേ? അപ്പോൾ ക്യാഷ് ഉണ്ടായിരുന്നു. സോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒരു 1-2 സെക്കൻഡിൻ്റെ പണി മാത്രമേ ഉള്ളൂ. ലോറി ഇനിയിപ്പം എനിക്ക് തോന്നുന്നത് അവർ ഫസ്റ്റ് ട്രാക്കിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. മേ ബി പോവില്ല, കണ്ടില്ലേ? ശരിക്കും ഇങ്ങനെ പോകാൻ പാടില്ല. അവർക്ക് അറിയാം, ഇവർ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അത് അവർ ഫസ്റ്റ് ട്രാക്കിലേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ ഓവർടേക്ക് ചെയ്ത് സെൻട്രൽ ട്രാക്കിൽ പോവാണ്. സോ ഇതാണ് റൂള്. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പം അത് ഈ ടോള് മിക്കവാറും, കാരണം 60 കിലോമീറ്ററിലാണ്, 50 to 60 കിലോമീറ്ററിലെങ്ങാണ്ടാണ് ഇത് വരേണ്ടത്, ഒരു ടോള് വരേണ്ടത്, ടോൾ ബൂത്ത് വരേണ്ടത്. അപ്പോൾ ഈ റോഡ് ഫുൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടോൾ ഗേറ്റ് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടെ വീതി കുറവാണ്. അപ്പോൾ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് വരുന്ന റോഡിൽ അവിടെ അത് വീതി കുറഞ്ഞിരിക്കുന്നത് മോശമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ടോള് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ ടോൾ കൊടുക്കേണ്ടത് കൊണ്ട്, അവിടെ ഒരു ടോൾ ബൂത്ത് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ചെറിയൊരു ഡിലേ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഞാൻ 80 കിലോമീറ്ററിന് മുകളിൽ, ഞാൻ 84 കിലോമീറ്ററിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ മൊബൈല് കാറിൽ മൗണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വീഡിയോയ്ക്ക് ഷെയ്ക്കോ കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം റോഡ് ഭയങ്കര സ്മൂത്താണ്. ഞാനിപ്പോൾ ഞാൻ ന്യൂസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ കണ്ടത് ഏകദേശം ഒരു 40 വർഷങ്ങൾക്ക് മുകളിലായി. ചില ആൾക്കാർ 43 എന്ന് പറയുന്നു, ചില ആൾക്കാർ 47 എന്ന് പറയുന്നു. എനിവേ എന്തായാലും 40 വർഷങ്ങൾക്ക് മുകളിലായി ഈ ഒരു ഹൈവേയുടെ, അതായത് തലശ്ശേരി മാഹി ബൈപ്പാസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ 2018 മുതലാണ് ഇതിൻ്റെ വർക്ക് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും കേരള ഗവൺമെൻറ്റും കൂടെ സപ്പോർട്ട് ചെയ്തിട്ട്, സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൂടെ ഒന്നിച്ചു നിന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ സ്ഥലമെടുപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഒരു കിലോമീറ്ററിന് 50 കോടിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കേരളത്തിൽ അത് 100 കോടിയാണ് മുടക്കുന്നതെന്നാണ് രാഷ്ട്രീയക്കാരും അവരൊക്കെ പറയുന്നത്, അല്ലേ? കാരണം അത്രയും നമ്മുടെ ലാൻഡിനൊക്കെ അത്രയും കോസ്റ്റ് ഉണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ കേരളത്തിൽ എല്ലാ ജില്ലകളും അല്ലെ എല്ലാ ടൗണും കണക്റ്റഡ് ആണ്. വേണമെങ്കിൽ ഒരു സിംഗിൾ ടൗൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു ഒഴിഞ്ഞൊരു സ്ഥലം നമുക്കില്ല. റോഡ് സൈഡ് എല്ലാം കംപ്ലീറ്റ്ലി ഫില്ലാണ്, അല്ലേ? അങ്ങനെ 40 വർഷങ്ങൾക്ക് മേലെയായിട്ടുള്ള ആൾക്കാരുടെ ഒരു സ്വപ്നം, അങ്ങനെ ഒരു സ്വപ്ന പദ്ധതി ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് പറഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പറയാനില്ല. കാരണം കേരളത്തിൽ ഇനി റോഡ് വന്നു കഴിഞ്ഞാൽ, ഹൈവേ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് നമുക്ക് ഈ ഒരു 10-18 കിലോമീറ്റർ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതുകൂടാതെ ഇപ്പം ഒരു ഹൈവേയിൽ പോകുന്ന വഴിക്ക് നമുക്ക് കോഴിക്കോടൊക്കെ എത്തുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു വലിയൊരു ട്രാഫിക് ബ്ലോക്ക് വരുന്ന ഒരു സ്ഥലമാണ് മൂരാട് ബ്രിഡ്ജ്. ആ ഒരു മൂരാട് ബ്രിഡ്ജ് ഇപ്പം കഴിഞ്ഞ ദിവസം അത് ഓപ്പണായി. നമ്മളിന്ന് അതിലൂടെയും നമുക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ കേരളത്തിലെ നാഷണൽ ഹൈവേ ഇങ്ങനെ നമ്മൾ യാഥാർത്ഥ്യമായി വരുമ്പോൾ
ബിസിനസ് ആയിക്കോട്ടെ മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ ഒക്കെ ഭയങ്കരമായിട്ട് ഡെവലപ്പാവും. കാരണം ട്രാൻസ്പോർട്ടേഷനാണ് ഏറ്റവും പ്രധാനം. അത് സമയം, ടൈം ഈസ് പ്രഷ്യസ്. അപ്പോൾ അതുകൊണ്ട് അത് ക്ലിയർ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആൾക്കാരുടെ മൊത്തത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ എന്നെ പോലുള്ളതിന് ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ മാഹി പോയിട്ട് എണ്ണ അടിച്ചിട്ട് വരാം. മാഹി ഒരു വലിയ ആശ്വാസമായിരുന്നു പെട്രോളോ ഡീസലോ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ അതിന് ഒരു മാറ്റം വന്നു. കാരണം ഇനിയിപ്പം ആൾക്കാർ ഹൈവേ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഹീനെ ശ്രദ്ധിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇതേപോലെ ഇപ്പം ഞാൻ തന്നെ ഹൈവേയിൽ വരണം എന്നുള്ളത് കൊണ്ട് ഇപ്പം ഈ ലോറി പോകുന്നത് സ്പീഡ് കുറച്ചാണ് പോകുന്നത്. ഏകദേശം ഒരു 60 കിലോമീറ്ററിലാണ് പോകുന്നത്. പക്ഷെ അവർ ആ ലാസ്റ്റ് ട്രാക്കിൽ പോകേണ്ടതാണ്, അവരതിലല്ല പോകുന്നത്. പിന്നെ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പണായി വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് വണ്ടികളോ കാര്യങ്ങളോ ഇല്ല, അതുകൊണ്ട് അവർ ബുദ്ധിമുട്ടില്ല. ഓക്കെ. പക്ഷേ ആസ് പെർ റൂള് അങ്ങനെയല്ല. ലാസ്റ്റ് ട്രാക്കാണ് ട്രക്കിനും ഇതിനൊക്കെ പോകേണ്ടത്. ഫസ്റ്റ് ലൈനാണ് പോകേണ്ടത്. സെക്കൻഡ് ലൈൻ വന്നിട്ട് നോർമൽ സ്പീഡിൽ പോകുന്ന വണ്ടികൾക്ക് ഉള്ള ട്രാക്കാണ്. തേർഡ് ട്രാക്ക് ഓവർടേക്കിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ട്രാക്കാണ്. സേഫ് ആയിട്ടുള്ള ഒരു സ്പീഡാണ് 80 km/h. അപ്പോൾ ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇപ്പോൾ സെൻട്രൽ ലൈൻ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് വിസിബിലിറ്റി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഡ്രൈവ് ചെയ്യാം. അപ്പോൾ അത്യാവശ്യം സ്പീഡ് എടുക്കാം. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. പള്ളൂര് എത്തി. ആ ലോറി ഓട്ടോയൊക്കെ ഇപ്പൊ കാണുന്ന ഓട്ടോയും അതൊക്കെ സ്പീഡ് കുറച്ച് പോകുന്ന വണ്ടികളാണ്. അവര് ഫസ്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. ഇതിങ്ങനെ ശീലമായി വരും ആൾക്കാര്. ഇപ്പൊ എന്റെ ബാക്കിൽ ഒരു കാറ്, ഒരു ഇന്നോവ ഉണ്ട്. അവരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. അതൊരു അതർ സ്റ്റേറ്റ് വണ്ടിയാണ്, കർണാടക വണ്ടി ആവാനാണ് ചാൻസ്. അവര് ലെഫ്റ്റിലാണോ റൈറ്റിലാണോ പാസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സിഗ്നൽ വരുന്നുണ്ട്. മാഹിയിലേക്ക് പോകേണ്ടവർക്ക് ഈ സിഗ്നൽ, ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, ഇതുവഴി പോകാൻ പറ്റും മാഹിയിലേക്ക്. മാഹിയിലേക്ക് റൈറ്റ്, ചോക്ലി ലെഫ്റ്റ്. ശരിക്കും ഈ സിഗ്നല് ഹൈവേയിൽ ഈ സിഗ്നൽ വരാൻ പാടില്ല. എനിവേ സിഗ്നൽ ഉണ്ട്. അങ്ങനെ സിഗ്നല് പാസ് ചെയ്തു. നേരത്തെ പറഞ്ഞ വണ്ടി അവര് റൈറ്റിലേക്ക് മാഹിയിലേക്ക് കയറി. കേരം തിങ്ങിയ കേരളത്തില് തെങ്ങുകളൊക്കെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഇത് കാണുന്നില്ലേ? നമ്മളൊരു തെങ്ങിന്റെ ഒക്കെ പകുതി ഹൈറ്റിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പുറകിൽ എൻ്റെ ഒരു കാറ് വരുന്നുണ്ട്. ആ കാറ് റൈറ്റ് സൈഡ് വഴി ഹൈ സ്പീഡ് ട്രാക്കിലേക്കൂടെ അവരിപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന കാണാം. ഉണ്ടാവും. സോ ഇതാണ് റൂള്. ഇങ്ങനെയാണ് ഇതുവഴി പോകേണ്ടത്. അവർ നേരെ ട്രാക്ക് ഓവർടേക്ക് ചെയ്തു. അവർ സെക്കൻഡ് ട്രാക്കിലേക്ക്, അതായത് സെൻട്രൽ ട്രാക്കിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർ ഫസ്റ്റ് ട്രാക്കിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് സെൻട്രൽ ട്രാക്കിലെത്തി.
അങ്ങനെ എത്രയും പെട്ടെന്ന് കേരളത്തിലെ മൊത്തം റോഡിന്റെയും പണി കഴിഞ്ഞ് നമുക്ക് ജനങ്ങൾക്കായി ഓപ്പൺ ചെയ്ത് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അല്ലാതെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? ഈ ഒരു 2 വർഷം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഈ പാലം തന്നെ, ഈ ഒരു റോഡ് തന്നെ 2018 സ്റ്റാർട്ട് ചെയ്തതല്ലേ, പെട്ടെന്നായിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് വർക്ക് എല്ലായിടത്തും ഇങ്ങനെ പീസായിട്ടെല്ലാം കംപ്ലീറ്റ് ആയി വരികയാണ്. അതിനി എല്ലാം കൂടെ ഒന്ന് മെർജ് ചെയ്ത് റെഡിയാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ലാൻഡ് അക്വസിഷൻ കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ആ പ്രൊജക്റ്റ് ഓണായി. കാരണം പിന്നെ ആൾക്കാർക്ക് പണിയെടുത്താൽ പോരെ. ഇനിയിപ്പം മഴ വരുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലെയും വർക്ക് കുറച്ചൊക്കെ ഡൗൺ ആയിരിക്കും. എന്നിരുന്നാലും വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി പോകും. ഇപ്പം ഈ ലോറി പോകുന്നത് ശരിയല്ല. അവര് ലെഫ്റ്റ് ട്രാക്കിൽ പോകേണ്ടതാണ്. കാരണം സ്പീഡ് വളരെ കുറവാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, റോഡിൽ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല. ഹൈവേ സൈഡിൽ ആ സ്റ്റോപ്പ് ചെയ്യാനുള്ള ട്രാക്കും കാര്യങ്ങളൊക്കെ ഓരോ ഏരിയയിൽ എത്തുമ്പോൾ കിട്ടും. അപ്പം നമ്മൾ ഇപ്പം അഴിയൂര് എത്തി, നമ്മൾ ഹൈവേ കംപ്ലീറ്റ് ആയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10-15 മിനിറ്റ് എടുത്തിട്ടുള്ള ആ ഒരു സിഗ്നൽ വന്നതുകൊണ്ടാവാം. ടോളും ഇതും കൂടെ കൊണ്ട് 10-15 മിനിറ്റ് എടുത്തു. ഞാൻ കറക്റ്റ് ടൈം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഹൈവേ ഇപ്പം ക്രോസ് ചെയ്ത് വീണ്ടും പഴയ ഹൈവേയിൽ അല്ലെങ്കിൽ വർക്ക് നടക്കുന്ന ഏരിയയിലേക്ക് എത്തി. അപ്പോൾ സോ ഫാർ സോ ഗുഡ്. നമ്മൾ ഇനി ഇതിങ്ങനെ യാഥാർത്ഥ്യമാവട്ടെ മൊത്തത്തിലുള്ള റോഡ്. അപ്പോൾ നമുക്കിനി അടുത്ത ഒരു സ്ഥലം നമുക്കിനി മൂരാട് ബ്രിഡ്ജാണ്. വടകര കഴിഞ്ഞിട്ട് മൂരാട് ബ്രിഡ്ജ്. അപ്പോൾ നമുക്കിനി മൂരാട് ബ്രിഡ്ജ് എത്തുമ്പോഴത്തെ അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ വടകര ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഇപ്പോൾ വടകരയും കൊയിലാണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചത് കൊണ്ട് ഈ ഹൈവേ പണി നടക്കുന്നത് കാണിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വീണ്ടും അത് കാണിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്കിനി വളരെ പെട്ടെന്ന് മൂരാട് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണ്, പണ്ട് ട്രാഫിക് ബ്ലോക്ക് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികളെ സൈഡിൽ വെക്കും, ചെറിയ വണ്ടികളെ അവർ കയറ്റി വിടും. ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോയിട്ട് തന്നെ നോക്കാം. അവിടെ എത്തുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ മൂരാട് ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പ് ഉള്ള ഹൈവേയുടെ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ചെയ്തിട്ട് അത് എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. മേ ബി വെള്ളം കയറുന്ന സ്ഥലമാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇവിടെ കംപ്ലീറ്റ്ലി കോൺക്രീറ്റ് ആണ് ചെയ്തിട്ടുള്ളത്. നോർമലി മറ്റുള്ളിടത്തെല്ലാം ടാറിങ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് ആണ്. അപ്പോൾ എന്തുകൊണ്ടാവാം എന്നുള്ളത് അറിയുന്നവർ താഴെ കമൻറ്റ് ചെയ്യുക. ഇവിടെ റോഡിൽ യെല്ലോ ലൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. യെല്ലോ ലൈൻസ് നോർമലി ഏത് കണ്ണുപൊട്ടന്മാർക്കും അറിയാം അത് ഓവർടേക്കിംഗ് പാടില്ല എന്നുള്ളത്. പക്ഷേ വണ്ടികൾ അങ്ങോട്ട് തലങ്ങും വിലങ്ങും. ഒന്നാമത് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒരേ ട്രാക്കിലാണ് വിടുന്നത്, കണ്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെയാണ് അവസ്ഥ. ലൈൻ കീപ്പ് ചെയ്ത് പോകുന്നതാണെങ്കിലും പ്രശ്നം ഉണ്ടാവില്ല. ഇത് ഈ ഒരു ട്രാഫിക് ബ്ലോക്ക് കാരണം തന്നെ ആവണം. ഇവിടെ മുതലേ ബ്ലോക്ക് ഉണ്ടാവും. പാലം എത്തുന്നതിന് മുമ്പ് ഇത്രയും ദൂരം അത് ട്രാഫിക് ബ്ലോക്ക് ആയിരുന്നിരിക്കും. ഭയങ്കര സമയമെടുത്ത് കഷ്ടപ്പെട്ട് പോകുന്നൊരു സ്ഥലം തന്നെയാണ് ഇത്. പിന്നെ നമ്മൾ ചെറുവണ്ടികൾ അല്ലെങ്കിൽ ഈ സ്ഥലം അറിയുന്നവർക്കുള്ളൊരു സ്ഥലമുണ്ട്. ഈ ഒരു ഇപ്പോൾ ബ്രിഡ്ജ് എത്തുന്നതിന് കുറച്ച് ബാക്കിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി, അല്ലെങ്കിൽ വടകര ടൗണിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ട് ഷോർട്ട് കട്ട് എടുത്ത് നേരെ പയ്യോളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മർജാവാൻ പറ്റും. അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. മൂരാട് ബ്രിഡ്ജ് കഴിഞ്ഞിട്ട് ഇനി നേരെ ഞാൻ കോഴിക്കോട്, അവിടുന്ന് പിന്നെ മറ്റ് ചില കാര്യങ്ങളുമായിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക്. അപ്പോൾ നമ്മൾ ഇനി അടിപൊളി വീഡിയോസുമായിട്ട് ഞാനിങ്ങനെ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഈ ഒരു ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്, ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങളുടെ ഒരു ലൈക്ക് അതെനിക്ക് കിട്ടുന്ന സന്തോഷമാണ്, പ്രചോദനമാണ്. ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിലുണ്ട് യാത്ര ചെയ്യാൻ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്, ആത്മാർത്ഥമായിട്ട് ഉള്ള സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. അല്ലയാ ഇപ്പുറത്ത് അവിടെ അതിൻ്റെ അപ്പുറത്ത് അത് ബെല്ലൈക്കൺ. അപ്പോൾ ഇത് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ അടിപൊളി ആയിട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ.